നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജഗൻമോഹൻ ആശയക്കുഴപ്പത്തിലാണ്. തൻ്റെ എതിരാളിയായ ചന്ദ്രബാബു നായിഡുവിനെ തകർക്കാൻ YSR കോൺഗ്രസ് പിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് ഒരു മഹാലയനത്തിന് സ്കോപ്പുണ്ടെങ്കിൽ അതിനും താൻ തയ്യാറാണ്. പക്ഷേ ചെങ്കോലും കിരീടവും അധികാരവും എല്ലാം തൻ്റെ കൈവശം വരിക, അതായത് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് പ്രസ്ഥാനം തൻ്റെ കീഴിൽ അണിനിരക്കുക, ആ ഒരൊറ്റ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കും. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. YS രാജശേഖര റെഡ്ഡിയുടെ ആകസ്മിക മരണം, അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ദുരന്തത്തിന് ശേഷം ജഗൻമോഹന് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്നായിരുന്നു കൃത്യമായി അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞത്. അത് സമ്മതിക്കാത്തപ്പോഴാണ് അദ്ദേഹം YSR കോൺഗ്രസ് എന്ന പുതിയ പ്രസ്ഥാനമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കാൻ തുടങ്ങിയത്. ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം തെലങ്കാനയും ആന്ധ്രയുമായി മാറിയപ്പോൾ ആന്ധ്രയിൽ TDPയും YSRും പ്രധാന എതിരാളികളായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ BJP മെല്ലെ TDPയുടെ സഹായത്തോടെ വളർന്നു വരുന്നത് ഒരു രീതിയിലും ജഗൻമോഹന് കണ്ടു നിൽക്കാൻ കഴിയില്ല. രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ തെലങ്കാനയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പദ്ധതികൾ ഓരോന്നായി വളരെ വ്യക്തമായി ഓരോ കണികകളും മനസ്സിലാക്കിക്കൊണ്ട് ജഗൻമോഹൻ അപഗ്രഥിക്കുകയാണ്. ജഗൻമോഹൻ അറിയാം, തൻ്റെ പാർട്ടി ഒരുപക്ഷെ കുറെ കൂടി ശോചനീയ അവസ്ഥയിലേക്കാകാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ആന്ധ്രയുടെ മണ്ണിൽ BJPയും അതുപോലെ ജനസേനയും ചേർന്ന് സംയുക്തമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മറുപടി കൊടുക്കുക എന്നുള്ളത് വളരെ വലുതാണ്. YSR കോൺഗ്രസിനെ ഒറ്റയടിക്ക് കോൺഗ്രസിലേക്ക് ലയിപ്പിച്ചാൽ രണ്ടുണ്ട് ഗുണം. ഒരു ദേശീയ പാർട്ടിയുടെ ആന്ധ്രയിലെ അമരക്കാരനായി നിൽക്കാം എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന്ധ്രയിൽ ഭരണമില്ലാത്ത സമയത്ത് പോലും കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ കഴിയും. ആന്ധ്രയിൽ ഇനി 2029 വരെ TDP തന്നെ ആയിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അട്ടിമറിയൊന്നും നടക്കില്ല. കാരണം അത്രമേൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ചന്ദ്രബാബു നായിഡു വന്നത്. അപ്പോൾ ജഗന് പ്രധാന വെല്ലുവിളി നായിഡു തന്നെയാണ് എന്നുള്ളത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. നായിഡുവിനെ പുകച്ച് പുറത്തിയാടിക്കണമെങ്കിൽ ജഗന് മറ്റൊരു വഴിയും ഇല്ല. സഹോദരിയുമായി ഒരു രീതിയിലുള്ള വൈര്യവും ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പരസ്പരം സഹോദരങ്ങൾ ഒരുമിക്കണം. ആന്ധ്രയിൽ നായിഡുവിനെ പുകയ്ക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന തിരിച്ചറിവ് പലർക്കുമുണ്ട്. അവിനാഷ് റെഡ്ഡി അടക്കം ആന്ധ്രയിലെ ജഗൻമോഹൻ്റെ പാർട്ടിയിലെ MP-മാരെല്ലാം ഈ നീക്കത്തെ സുസ്വാഗതം ചെയ്യുന്നു എന്നത് മറ്റൊരു വലിയ വിലയേറിയ കാര്യമായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. 2029 ഇനി ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുക. അതിനു മുമ്പാകെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് ഒരു ഡീൽ ഉണ്ടാക്കി മത്സരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും എന്നത് ഒരു പരീക്ഷണാർത്ഥം നടപ്പിലാക്കാൻ വരെ മനസ്സിൽ ആഗ്രഹിച്ചാണ് ശ്രമങ്ങൾ തുടരുന്നത്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു.